എല്ലാവർക്കും നമസ്കാരം. സേനാനി സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അക്കാഡമിയുടെ ക്ലാസുകൾ SCERT NCERT അടിസ്ഥാനീകരിച്ച് സിലബസിനുള്ളിൽ ഒതുക്കി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. തീർച്ചയായും പ്രിലിമിനറിക്കും മെയിൻസിനും ഉപകരിക്കുന്നതുമാണ്. നിങ്ങൾക്ക് ഉപകരിച്ചാൽ പ്രോത്സാഹനമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഇന്നത്തെ ടോപ്പിക് ഭഗത് സിംഗും HSRയും. നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവച്ചതിനെ തുടർന്ന് ഇന്ത്യയിലെ വിപ്ലവ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും തലപൊക്കി തുടങ്ങി. ഉത്തരേന്ത്യയിലെ പഞ്ചാബ്, രാജസ്ഥാൻ, UP, ബീഹാർ തുടങ്ങിയ പ്രവിശ്യകളിൽ വിപ്ലവ ഗ്രൂപ്പുകൾ സജീവമായി. സോഷ്യലിസ്റ്റ് ആശയങ്ങളാണ് ഇവരെ ഗണ്യമായി സ്വാധീനിച്ചിരുന്നത്. 1924 ഒക്ടോബറിൽ വിവിധ വിപ്ലവ ഗ്രൂപ്പുകളിലെ നേതാക്കന്മാർ കാൺപൂരിൽ സമ്മേളനം നടത്തുകയും ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക്കൻ അസോസിയേഷൻ എന്ന പേരിൽ ഒരു വിപ്ലവ സംഘടന രൂപവൽക്കരിക്കുകയും ചെയ്തു. സായുധ വിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ കൊളോണിയൽ ഭരണത്തെ അട്ടിമറിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം. സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് പണം സ്വരൂപിക്കുന്നതിനായി HRA നേതാക്കന്മാർ കക്കോരി സ്റ്റേഷനിൽ വച്ച് തീവണ്ടി തടഞ്ഞു നിർത്തി റെയിൽവേയുടെ പണം കൊള്ളയടിച്ചു. നിർഭാഗ്യവശാൽ ചന്ദ്രശേഖർ ആസാദ് ഒഴികെയുള്ള നേതാക്കന്മാരെല്ലാം പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അങ്ങനെ കക്കോരി ഗൂഢാലോചന കേസിൽ നിന്നും രക്ഷപ്പെട്ട ആസാദ് ഉത്തരേന്ത്യയിലെ വിപ്ലവകാരികളെ സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. 1928 സെപ്റ്റംബറിൽ ആസാദ് ഉൾപ്പെടെയുള്ള HRA നേതാക്കൾ ഡൽഹിയിൽ സമ്മേളിക്കുകയും സോഷ്യലിസത്തെ തങ്ങളുടെ ഔദ്യോഗിക ലക്ഷ്യമാക്കി പ്രഖ്യാപിക്കുകയും ചെയ്തു. കൂടാതെ തങ്ങളുടെ പാർട്ടിയുടെ പേര് അവർ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ HSRA എന്നാക്കി മാറ്റുകയും ചെയ്തു. ബ്രിട്ടീഷ് ഭരണത്തെ പിഴുതെറിഞ്ഞ് സ്വാതന്ത്ര്യം നേടുകയും ഒരു സോഷ്യലിസ്റ്റ് ഭരണകൂടം സ്ഥാപിക്കപ്പെടുകയും ചെയ്യണമെന്നായിരുന്നു HSRയുടെ ലക്ഷ്യം. വ്യക്തിപരമായ സാഹസിക കൃത്യങ്ങൾക്ക് പകരം ബഹുജനാധിഷ്ഠിതമായ സായുധ സമരത്തിനാണ് പാർട്ടി ഊന്നൽ നൽകിയത്. റിപ്പബ്ലിക്കൻ ആർമി എന്ന പേരിൽ സംഘടനയ്ക്ക് ഒരു സേനാ വിഭാഗമുണ്ടായിരുന്നു. സംഘടനയുടെ മുഖ്യ ശില്പികൾ ഭഗത് സിംഗ്, ചന്ദ്രശേഖർ ആസാദ്, സുഖ്ദേവ്, രാജ്ഗുരു എന്നീ യുവ വിപ്ലവകാരികളായിരുന്നു. ഭഗത് സിംഗ് ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാനായ വിപ്ലവകാരിയായിരുന്നു. വിപ്ലവ പ്രവർത്തനങ്ങളിൽ ചെറുപ്പം മുതലേ ആകൃഷ്ടനായ ഭഗത് സിംഗ് പിന്നീട് HSRയുടെ സജീവ പ്രവർത്തകനായി മാറി. ഇന്ത്യയിൽ വിപ്ലവകാരികളുടെ സിരകളെ ത്രസിപ്പിക്കുന്ന 2 വിപ്ലവ പ്രവർത്തനങ്ങൾ അദ്ദേഹം സംഘടിപ്പിച്ചു. സാൻഡേഴ്സിന്റെ വധവും നിയമസഭയിലെ ബോംബേറും. സൈമൺ വിരുദ്ധ പ്രക്ഷോഭത്തിനിടയിൽ പോലീസിന്റെ മർദ്ദനമേറ്റ് ലാല ലജ്പത് റായ് മരിച്ചപ്പോൾ അതിനു പകരം വീട്ടാൻ HSRA ദൃഢനിശ്ചയമെടുത്തു. 1928 ഡിസംബറിൽ ഭഗത് സിംഗും മറ്റ് വിപ്ലവകാരികളായ ആസാദ്, രാജ്ഗുരു എന്നിവരുടെ സഹായത്തോടെ ലാഹോറിലെ അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ടായ സാൻഡേഴ്സിനെ വെടിവെച്ചു കൊന്നു. താമസിയാതെ കേന്ദ്ര നിയമനിർമ്മാണ സഭയിൽ ബോംബേറിനായുള്ള തീരുമാനം പാർട്ടി കൈക്കൊണ്ടു. പ്രസ്ഥാനത്തെ അമർച്ച ചെയ്യാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് തയ്യാറാക്കിയ 2 ബില്ലുകൾ, പബ്ലിക് സേഫ്റ്റി ബിൽ, ട്രേഡ് ഡിസ്പ്യൂട്ട് ബിൽ, ഇതിനെതിരെ പ്രതിഷേധിക്കുകയായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം. ഭഗത് സിംഗിനെയും BK ദെന്നിനെയുമാണ് ഈ ചുമതല പാർട്ടി ഏൽപ്പിച്ചത്. 1929 ഏപ്രിൽ 8 ഭഗത് സിംഗും ദെന്തും സന്ദർശക ഗാലറിയിൽ നിന്ന് അസംബ്ലി ഹാളിൻ്റെ മധ്യത്തിലേക്ക് 2 കൈബോംബുകൾ എറിഞ്ഞു. ഇതൊരു ഭീകര പ്രവർത്തനമായിരുന്നില്ല. ആരെയും വധിക്കാനുള്ള ഉദ്ദേശം വിപ്ലവകാരികൾക്കുണ്ടായിരുന്നില്ല. ബോംബുകൾ താരതമ്യേന നിരുപദ്രവകരമായിരുന്നു. ബോംബിൻ്റെ പിന്നാലെ അവർ സഭയിലേക്ക് എറിഞ്ഞ ലഘുലേഖയിൽ ബധിരരുടെ ചെവി തുറക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. വിപ്ലവകാരികൾ രക്ഷപ്പെടാനും ശ്രമിച്ചില്ല. അറസ്റ്റ് വരിച്ച് കോടതി വിചാരണയെ HSRയുടെ പ്രചാരണ വേദിയാക്കി ഉപയോഗിക്കുകയാണ് അവർ ചെയ്തത്. ഭഗത് സിംഗ്, രാജ്ഗുരു, ആസാദ് തുടങ്ങിയ വിപ്ലവകാരികളെ പ്രതികളാക്കി ലാഹോർ ഗൂഢാലോചന കേസ് എന്ന പേരിൽ ഗവൺമെന്റ് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് വിചാരണ ആരംഭിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അനീതികളെയും ക്രൂരതകളെയും തുറന്നുകാട്ടാൻ ഈ വിചാരണ വേദി വിപ്ലവകാരികൾ ഉപയോഗിച്ചു. ഇൻകുലാം സിന്ദാബാദ്, സാമ്രാജ്യത്വം തുലയട്ടെ, തൊഴിലാളി വർഗം നീനാൾ വാഴട്ടെ എന്നീ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് അവർ കോടതി മുറിയിലേക്ക് പ്രവേശിച്ചിരുന്നത്. വിചാരണയ്ക്ക് ശേഷം ഭഗത് സിംഗ്, രാജ്ഗുരു, സുഖ്ദേവ്
എന്നിവരെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു. ഇതിനെതിരെ രാജ്യമെമ്പാടും പ്രതിഷേധം കൊടുങ്കാറ്റായി ഉയർന്നുവെങ്കിലും വധശിക്ഷയ്ക്ക് ഇളവ് ചെയ്യാൻ ഗവൺമെൻറ് കൂട്ടാക്കിയില്ല. 1931 മാർച്ച് 23 ലാഹോർ സെൻട്രൽ ജയിലിൽ വച്ച് ഭഗത് സിംഗിനെയും കൂട്ടരെയും തൂക്കിലേറ്റി. ഈ വാർത്ത പരന്നപ്പോൾ രാജ്യത്തെ മരണതുല്യമായ നിശബ്ദത ഗ്രഹിച്ചു. ദശലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ണീർ പൊഴിക്കുകയും ഉപവസിക്കുകയും ജോലി ചെയ്യാൻ വിസമ്മതിക്കുകയും ചെയ്തു. ഭഗത് സിംഗ് താമസിയാതെ രാജ്യത്തിലെ ഇതിഹാസമായി മാറി. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ വീടുകളെയും വ്യാപാരശാലകളെയും അലങ്കരിക്കാൻ തുടങ്ങി. ഗാന്ധിജിയുടെ പ്രസിദ്ധിയെപ്പോലും അദ്ദേഹം മറികടന്നു. രാജ്യത്തിൻ്റെ മോചനത്തിനായി ജീവൻ ബലിയർപ്പിച്ച ഭഗത് സിംഗും കൂട്ടരും പിൽക്കാലത്തെ ദേശീയ പ്രക്ഷോഭത്തിന് വൈകാരിക ആവേശം പകർന്നു. ഭീകരവാദത്തിലുള്ള വിശ്വാസം ഭഗത് സിംഗ് പണ്ടേ ഉപേക്ഷിച്ചിരുന്നു. വിശാലമായൊരു ജനകീയ പ്രസ്ഥാനത്തിലൂടെ മാത്രമേ ഇന്ത്യയെ അടിമത്വത്തിൽ നിന്ന് മോചിപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ദേശീയ വിമോചനമാണ് വിപ്ലവത്തിൻ്റെ പ്രഥമ ലക്ഷ്യമെന്നും അതിനുശേഷം ഒരു സോഷ്യലിസ്റ്റ് സമൂഹം പടുത്തുയർത്തണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വർഗീയത ഇന്ത്യക്ക് ഉയർത്തുന്ന വിപത്തിനെ പറ്റി അദ്ദേഹം ബോധവാനായിരുന്നു. കൊളോണിയലിസം പോലെ തന്നെ അപകടകരമാണ് വർഗീയതയും അദ്ദേഹം പലപ്പോഴും പറയുകയുണ്ടായിരുന്നു. മതത്തിൻ്റെയും അന്ധവിശ്വാസങ്ങളുടെയും തടവറയിൽ നിന്ന് ജനങ്ങൾ സ്വയം വിമോചിതരാവണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. പ്രധാന നേതാക്കന്മാരെല്ലാം തൂക്കിലേറ്റപ്പെട്ടതോടെ ഇന്ത്യയിലെ വിപ്ലവ